സോ ഇന്ത്യയിൽ ഏത് സംസ്ഥാനം ആയിക്കോട്ടെ എലക്ഷൻ തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കുന്ന എല്ലാ പാർട്ടികളും തീരുമാനിച്ചിട്ടുണ്ടാവും. കോൺഗ്രസിന് ഇവിടെ എലക്ഷൻ കഴിഞ്ഞ് ജയിച്ച് നല്ല ഭൂരിപക്ഷത്തോടെ ജയിച്ചിട്ടും കേരളത്തിൽ ഇപ്പോൾ ആരാ മുഖ്യമന്ത്രി ആവണമെന്നൊരു വിവരവും ഇല്ല. അതിൻ്റെ ഇടയ്ക്കാണ് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിൽ നിന്ന് 2 സീക്രട്ട് സർവീസ് ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ട് അന്വേഷിക്കാൻ വന്നിരിക്കുന്നത് കേരളത്തിലേക്ക്. ആർക്ക്? മുഖ്യമന്ത്രി ആവാൻ. മുഖ്യപ്രതികളെയൊന്നും അല്ല കേട്ടോ, മുഖ്യമന്ത്രിനെ തിരഞ്ഞെടുക്കാനാണ്, മുഖ്യപ്രതികളെ തിരഞ്ഞെടുക്കാനല്ല. മുഖ്യമന്ത്രിനെ തിരഞ്ഞെടുക്കാൻ ആൾക്കാരെ ഇതാക്കി വിട്ടിരിക്കുന്നത്. സോ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡാണ് തിരഞ്ഞെടുക്കുന്നത്. സോ ഹൈക്കമാൻഡ് ആരാ നമുക്കറിയാലോ, കുടുംബ വാഴ്ചയാണ് അവിടെ. സോ എന്താ പറയുക, ഇതിന് ഇത്ര ഗതികേടുണ്ടോ? സോ ഇപ്പോൾ BJP ആണെന്നുണ്ടെങ്കിൽ 2 സംസ്ഥാനങ്ങളിൽ അവർ മുഖ്യമന്ത്രി ഓൾറെഡി അവരുടെ സത്യപ്രതിജ്ഞയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ തമിഴ്നാട് ആയിക്കോട്ടെ, തമിഴ്നാടിൻ്റെയും കഴിഞ്ഞു. കേരളത്തിൽ ഇപ്പോഴും തിരഞ്ഞെടുത്തിട്ടില്ല. 3 പേരും സീറ്റിന് വേണ്ടിയിട്ട് അടിയാണ്. മുസ്ലിം ലീഗ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വേറെ അതിനും അടിയാണ്, 5 സീറ്റ് വേണമെന്ന് പറഞ്ഞിട്ട്. സോ എന്തുവാടേ, ഒന്ന് മര്യാദയ്ക്ക് ജയിച്ചു എന്നാൽ മുഖ്യമന്ത്രിനെ തിരഞ്ഞെടുത്ത് ഒരു മന്ത്രിസഭ രൂപീകരിക്കുക എന്നുള്ളതിനും അപ്പുറം അവർക്ക് മുഖ്യമന്ത്രി സീറ്റിന് അടി കൂടുകയാണ് വേണ്ടത്. എന്തുവാടേ ഇതൊക്കെ? എന്നാ ശരിയാവും? വെറുതെ അല്ല കോൺഗ്രസ് എവിടെ എത്തിയാലും ജയിക്കാതെ പോകുന്നത്.